ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ടീം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റുത്തരം മാത്രമേ ഉള്ളൂ. അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മാത്രമാണ്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ഈ മത്സരം തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കണം. നിലവിലെ പോയിന്റ്സ് ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 5-ാം സ്ഥാനത്തും 6-ാം സ്ഥാനത്തും ഉള്ളത് ബാംഗ്ലൂർ എഫ് സിയും അതുപോലെ മുംബൈ സിറ്റി എഫ് സിയുമാണ്. 20 മത്സരങ്ങളിൽ നിന്ന് 30 പോയിന്റാണ് ഇരു ടീമുകൾക്കും നിലവിലുള്ളത്. 7-ാം സ്ഥാനത്ത് നിലവിലുള്ളത് ഒഡീഷ എഫ് സിയാണ്. അവർക്ക് നിലവിലുള്ളത് 26 പോയിന്റാണ്. 8-ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നത്. ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ 20 കളികളിൽ നിന്ന് 24 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഈ മത്സരം വിജയിച്ചാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് 27 പോയിന്റ് മാത്രമേ ആവുകയുള്ളൂ. ഒഡീഷയെ പിന്തള്ളിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് 7-ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് ചാൻസ് നിലനിർത്താൻ സാധിക്കും. എന്ന് വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 100% ചാൻസ് ഉണ്ടെന്നല്ല. ബട്ട് ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും ചാൻസ് നിലനിർത്തണമെങ്കിൽ ഈ വരാൻ പോകുന്ന മോഹൻ ബഗാനെതിരെയുള്ള മത്സരം വിജയിക്കുക തന്നെ വേണം. അതുപോലെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് ഈ മത്സരത്തിന്റെ മുന്നോടിയായിക്കൊണ്ട് 2 ന്യൂസുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. ഒരു പോസിറ്റീവ് ന്യൂസും ഒരു നെഗറ്റീവ് ന്യൂസും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ ഐമൻ ഈ ഒരു മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കുമെന്ന ഒരു പോസിറ്റീവ് ന്യൂസ് നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ വിംഗർ നോവാ സദോയി ഈ ഒരു മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കുകയില്ല എന്നുള്ള നിരാശാജനകമായ വാർത്തയും നിലവിൽ പുറത്തു വരുന്നുണ്ട്. നോവാ സദോയ്ക്ക് നിലവിൽ ഒരു നീ ഇഞ്ചുറി സംഭവിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ അദ്ദേഹം നിലവിൽ അതിന്റെ റിക്കവറി ഫേസിലേക്ക് നിലവിൽ കടന്നിട്ടുണ്ട്. പിന്നെ നോവാ സദോയി അവൈലബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്ന കുറച്ച് ആരാധകർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരോട് പറയാനായിട്ടുള്ളത്, നോവാ സദോയി ഉണ്ട് എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു ഗുണം തന്നെ ഉണ്ടാകും. കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പോലെയുള്ള ഇത്രയും ടഫ് ടീം, അവരുടെ ബെഞ്ച് മാത്രം മതി കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താനായിട്ട്. ഇങ്ങനെയുള്ള ഒരു ടീമിനെതിരെ ഇങ്ങനെ ഇൻഡിവിജ്വലി ഗോൾ നേടുവാൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഇത്രയും എഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന മറ്റൊരു താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബെഞ്ചിലില്ല. അദ്ദേഹം സെൽഫിഷ് ആയിട്ട് കളിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഇറക്കാൻ സാധിക്കും. പെട്ടെന്ന് ഇമ്പാക്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നത് അദ്ദേഹം പല തവണയും ബ്ലാസ്റ്റേഴ്സിലാണെങ്കിലും അത് എഫ് സി ഗോവയിലാണെങ്കിലും പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു താരമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഇഞ്ചുറി കേരള ബ്ലാസ്റ്റേഴ്സിനെ വലിയൊരു ഡൗൺഫോൾ തന്നെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ മെഡിക്കൽ ടീമാണ് നിലവിൽ നോവാ സദോയിയെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ സീസണിൽ ലൂണയുടെ കാര്യമെല്ലാം നമുക്കറിയാം. ചെറിയ ഇഞ്ചുറി ആണെന്ന് പറഞ്ഞു, പിന്നീടാണ് ACL ഇഞ്ചുറി ആണ്. അങ്ങനെ പറഞ്ഞ് ലൂണയെ ആ സീസണിൽ നമുക്ക് കാണുവാൻ സാധിച്ചില്ല. അവസാനം ഒരു പ്ലേ ഓഫിലാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ സീസണിൽ നോവാ സദോയിയുടെ തിരിച്ചുവരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മികച്ചൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ടീം പ്ലേയും ഉണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും മത്സരശേഷം കാണാം. നിങ്ങളുടെ പോസിബിൾ 11 കമന്റ് ചെയ്യുക. ബൈ.